കൊച്ചി തുറമുഖത്ത് ഒരു വിചിത്ര നിശബ്ദത. ആ ദിവസം ഫ്രാൻസിസ് സേവ്യർക്കായി ഒരു അസാധാരണ സന്ദേശം കാത്തിരുന്നു. അവിടെ എത്തിയത് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു രാജകുമാരൻ, ഡോൺ ജോൺ. മുഖത്തു ഭയം, ഹൃദയം കത്തുന്ന പോലെ. അവൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ ക്രിസ്തുമതം സ്വീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വന്തം അച്ഛൻ തന്നെ അവനെ കൊന്നു. ആ ശവദാഹത്തിനിടെ ഭൂമി കുലുങ്ങി, ആകാശത്തൊരു തീക്കുരിശു തെളിഞ്ഞു. ശവദാഹം നടനയിടത്ത് കുരിശിൻ്റെ ആകൃതിയിൽ ഭൂമി പിളർന്നു. ജനങ്ങൾ ഞെട്ടി. ഡോൺ ജോൺ സ്നാനമേറ്റു, ക്രിസ്തുവിൻ്റെ അനുയായി. അതറിഞ്ഞ രാജാവ് ഇവനെയും ഇല്ലാതാക്കണം എന്ന് ഉത്തരവിട്ടു. അവൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ കൊച്ചിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ മുന്നിൽ. എനിക്ക് സിംഹാസനം തിരികെ കിട്ടിയാൽ മുഴുവൻ ദ്വീപും ക്രിസ്തുവിന് സമർപ്പിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സേവർ നിൻശബ്ദനായി നിന്നു. ഒരു രാജ്യം, ഒരു അത്ഭുതം, ഒരു വാഗ്ദാനം.